അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു ഒഴിവ് ദിവസം. അതെങ്ങനെ പ്രൊഡക്റ്റീവാക്കാമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ എവിടുന്നോ ഒരു വിശപ്പ് കയറി വന്നു. മനുഷ്യനല്ലേ, വിശക്കും. അത് കഴിഞ്ഞ് നമ്മളിതാ നേരെ കുറച്ച് പാസ്ത ഉണ്ടാക്കി കഴിക്കാൻ ചെന്നു. ആവശ്യമില്ലാതെ കുറച്ച് മാനുവൽ അതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ വായിച്ചു നോക്കുക. ഇൻസ്റ്റൻറ്റ് പാസ്തയാണേ, വെറുതെ വായിച്ചു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമ്മൾ എന്നും ആക്കുന്ന പോലെ ഇങ്ങനെ ആക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിലോട്ട് നോക്കിയിരുന്നു. ഇതാണെങ്കിൽ ആവുന്നുമില്ല. അയ്യോ, കുറേ നേരം അതിലിങ്ങനെ ഇളക്കി ഇളക്കി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാസ്ത റെഡിയായി. പാസ്ത റെഡിയായി കഴിഞ്ഞപ്പോൾ പാത്രം വല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആഡംബരത്തിന് കുറച്ച് കുക്കുംബർ ഇങ്ങനെ നിരത്തി ഭംഗിക്ക് ഇങ്ങനെ വെച്ചു. ഭംഗിയായി. ഇനി നമുക്കത് കഴിക്കാനായി നേരെ അതെടുത്ത് റൂമിലേക്ക് എത്തിയിട്ട് എന്താ, നമ്മൾ ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമ്മൾ ഓരോന്ന് ആലോചിച്ചിരിക്കുക. അങ്ങനെ മാനം നോക്കി എന്തെന്നും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്നു. എന്താല്ലേ, നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എന്തായാലും നമുക്ക് വരില്ല, നാളെ അത് മതി അമ്മേ, നാളെ ഇത് മതി അമ്മേ, എന്താ ഇപ്പോൾ പാസ്തയും കഴിച്ചിരിക്കുന്നു. അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നല്ല വെയിലുണ്ടായിരുന്നു. കുടയൊക്കെ എടുത്തിറങ്ങി. നിറച്ച് പട്ടികൾ റോട്ടിൽ. അയ്യോ, കടിച്ച് ഭാഗ്യമില്ല. അത് കഴിഞ്ഞതാ നവീനും നമ്മുടെ തോമസും ഇവിടെ എത്തി. നമ്മളങ്ങനെ മെട്രോയിലെത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ നേരെ എടപ്പള്ളിയിലുള്ള സ്റ്റുഡിയോയിലാണ് എത്തിയത്. അവിടെ പ്രത്യേകിച്ച് കളക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ സ്കാൻഡിൽ പോയിട്ട് കുറച്ച് ഐസ്ക്രീം കഴിക്കാമായിരുന്നു. ഇവരാണെങ്കിൽ ക്യാമറ കൊണ്ട് ചെല്ലുമ്പോഴേക്കും ചിരി തുടങ്ങും. അത് കഴിഞ്ഞതാ നമ്മൾ അടുത്ത ട്രിപ്പും കൂടി കഴിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുക. എന്താ അല്ലേ. അത് കഴിഞ്ഞതാ പേയ്മെൻ്റൊക്കെ ചെയ്ത് നമ്മൾ അവിടെ സ്കാൻഡിൽ നിന്ന് ഇറങ്ങി. അതിന് നമ്മൾ നേരെ അവിടെ എത്തിയത് നമ്മുടെ ലുലുവിലുള്ള വെസ്റ്റ് സൈഡിലാണ്. വെസ്റ്റ് സൈഡിൽ ഒരു ജീൻസ് തപ്പിയാണ് ഇറങ്ങിയത്. അതിന് വേണ്ടിയില്ല, എല്ലാവരും എത്തി. അത് കഴിഞ്ഞ് തോമസ് ഒരു സ്പോർട്സിൻ്റെ ഒരു ഷോപ്പിൽ അവിടെ എത്തി. അവിടെ നിന്നൊന്നും കിട്ടിയില്ല. അതിന് നമ്മളിതാ നേരെ താഴത്തേക്ക് പോന്നു. അതിന് പുറത്ത് ഗ്രാൻഡ് മാളിലുള്ള മാക്സിൽ നമ്മൾ കുറച്ച് ഡ്രസ്സ് ഇട്ട് വയ്ക്കും. മഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമായേ. അതിനിതാ ഇത് രണ്ടും അല്ലാത്ത വേറെ ഒന്നും എടുത്തു. നമ്മൾ കലൂർക്ക് മെട്രോ ടിക്കറ്റ് എടുത്ത് പോന്നു. ഡ്രസ്സൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ മെട്രോയിലെത്തി. ചിരിക്കു തോമസേ, ചിരിക്കൂ. ചിരിച്ച് അതിതാ അവിടെ ഫോണിലിരുന്ന് വർത്താനം പറയുന്നുണ്ട്. നടക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മളിതാ സമൃദ്ധി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാനെത്തി. അവിടെ പാട്ടും ബഹളവും ഒക്കെയാണേ. അത് കഴിഞ്ഞ് നമ്മൾ ലൈവായിട്ട് 2 നെയ് റോസ്റ്റും ഒരു മസാല ദോശയും പറഞ്ഞ് അതൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞ് അവർ സേഫായിട്ട് എന്നെ ഹോസ്റ്റലിൽ എത്തിച്ച് ബൈ പറഞ്ഞ് പോയി. റൂമിലെത്തി. ആരുമില്ല, വിജനായ മുറി.